സോ ഗുഡ് ഈവനിങ് ആൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂഷനാണ്. ബേസിക്കലി നമ്മൾ ഗലോയ്സ് ഫീൽഡിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു പ്രൈം പി ആൻഡ് എൻ ഇൻറ്റിജർ എൻ പോസിറ്റീവ് ഇൻറ്റിജർ എൻ എടുക്കുമ്പം വി ക്യാൻ ഷോ ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഓർഡർ. അതായത് പി റേസ് ടു എൻ എലിമെൻറ്റ്സ് ഉള്ള ഒരു ഫൈനൈറ്റ് ഫീൽഡിൻ്റെ എക്സിസ്റ്റൻസ് പറയാൻ പറ്റും. അതിനാണ് നമ്മൾ ശരിക്കും ഗലോയ്സ് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. അത് ശരിക്കും യുണീക്കും കൂടിയാണ്. അതായത് പി റേസ് ടു എൻ ഓർഡറിലുള്ള രണ്ട് ഫീൽഡ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ രണ്ടും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ എക്സിസ്റ്റൻസ് പറഞ്ഞിരുന്നു. ആ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്ത് നമ്മൾ ഈ തിയറമായിരുന്നു. അതായത് ഫൈനൈറ്റ് ഫീൽഡ് ജി എഫ് ഓഫ് പി പവർ എൻ ഓഫ് പി റേസ് ടു എൻ എലിമെൻറ്റ്സ് എക്സിസ്റ്റ് ഫോർ എവറി പ്രൈം പവർ പി റേസ് ടു എൻ. അതായത് പി റേസ് ടു എൻ ഓർഡറിലുള്ള ഈ ടൈപ്പ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും ഓൾവേസ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പ്രൂവ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഒരു കെ എന്ന സബ് ഫീൽഡ് നമ്മൾ കാണിച്ചു. അത് സെഡ് പി എന്ന ഒരു പ്രൈം ഫീൽഡ് എടുത്താൽ അതിൻ്റെ ക്ലോഷറിൽ കണ്ടെയ്ൻ ചെയ്യുന്ന കെ എന്ന് പറഞ്ഞൊരു സബ് ഫീൽഡ്, ഓക്കെ, വിച്ച് ബേസിക്കലി കണ്ടെയ്ൻസ് ദ റൂട്ട്സ് ഓഫ് ദ പോളിനോമിയൽ എക്സ് റേസ് ടു പി റേസ് ടു മൈനസ് എക്സ് ഇൻ സെഡ് പി ക്ലോഷർ. അതായിരുന്നു നമ്മളെ കെ, അല്ലെങ്കിൽ നമ്മളെ ജി എഫ് ഓഫ് പി റേസ് ടു എൻ. നമുക്ക് ആവശ്യമുള്ള ആ പെർട്ടിക്കുലർ ഫീൽഡ് അതായിരുന്നു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ബേസിക്കലി പറഞ്ഞാൽ ഒന്ന് കൂടുതൽ ഈ ഓർഡറിലുള്ള ഫീൽഡ്സ് വരുമ്പം രണ്ടും ഐസോമോർഫിക് ആണെന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ഇതാണ് ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയുള്ള ഒരു കൊറോളറിയാണ്. അതായത് എഫ് ഈസ് എ ഫീൽഡ്, എഫ് ഈസ് എനി ഫീൽഡ് ആൻഡ് ദെൻ ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റിജർ എൻ ദർ ഇസ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എഫ് ഓഫ് എക്സ് ഓഫ് ഡിഗ്രി എൻ. അതായത് എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ ഏത് പോസിറ്റീവ് ഇൻറ്റിജർ എൻ എടുത്താലും ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ നമുക്ക് കിട്ടും എഫ് ഓഫ് എക്സിൽ ഓഫ് ഡിഗ്രി എൻ. അപ്പോൾ അത് നമുക്ക് അടുത്ത നമ്മളെ തിയറത്തിൻ്റെ പ്രൂഫിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ എയിം ഉണ്ടല്ലോ, അതിൻ്റെ പ്രൂഫിൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് ചെയ്യുന്നത്. അപ്പം കൺസിഡർ എഫ് ടു ബി എ ഫൈനൈറ്റ് ഫീൽഡ്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈനൈറ്റ് ഫീൽഡ് ആണ്. സോ ബേസിക്കലി നമുക്കറിയാം നമ്മളെ ഫീൽഡിനൊരു സബ് ഫീൽഡ് ഐസോമോർഫിക് ടു സെഡ് പി ഉണ്ടാവും അല്ലേ എങ്കിൽ, ആൻഡ് ഓൾസോ വി നോ ദാറ്റ് എഫ് ഓവർ ദാറ്റ് പെർട്ടിക്കുലർ ഫീൽഡ്, ഓക്കെ, വിൽ ബി എ വെക്ടർ സ്പേസ്. ആൻഡ് എന്താ പറയുക, എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആയതിനെക്കൊണ്ട് ദ ഡയമെൻഷൻ ഓഫ് എഫ് ഓവർ ദാറ്റ് ഫീൽഡ് വിൽ ബി ആക്ച്വലി സം ഫൈനൈറ്റ് നമ്പർ, സേ ആർ. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത തിയറം വെച്ചിട്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇ ഈസ് ആക്ച്വലി എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ് എഫ് ആണെങ്കിൽ എഫിൽ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഫീൽഡ്, അതായത് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇ ഈസ് ആക്ച്വലി എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് വിത്ത് ഡിഗ്രി എൻ ആണ് എങ്കിൽ എഫിൽ പി എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇയിൽ പി റേസ് ടു എൻ എലിമെൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, ആ രീതിയിൽ. അപ്പോൾ ഈ കേസിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളെ എഫ് എന്ന് പറഞ്ഞാൽ സെഡ് പിന്നെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയിട്ടാണ് വരുന്നത് ഇവിടെ അല്ലേ. അപ്പോൾ ആ കേസിൽ നമുക്ക് പറയാം എഫിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും? ബേസിക്കലി പി റേസ് ടു ആർ എലിമെൻറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ നമുക്കിത് കിട്ടുന്നത്. ഓക്കെ, സോ ബൈ തിയറം 33.1 ഞാൻ പറഞ്ഞ തിയറമാണ്, പറഞ്ഞ റിസൾട്ടാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് പറയാം ഇറ്റ് ഹാസ് സം പി റേസ് ടു ആർ എലിമെൻറ്റ്സ്. ആ പി റേസ് ടു ആർ നമുക്ക് ക്യൂ എന്ന് എടുക്കാം. ഓക്കെ, ആൻഡ് ഓൾസോ നമുക്കറിയാം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പി ആയിരിക്കും. സോ അവർ അസംഷൻ ഈസ് ലൈക്ക് ദിസ്. അതായത് സിൻസ് എഫ് ഇസ് എ ഫൈനൈറ്റ് ഫീൽഡ് ഹിയർ, എഫ് ഹാസ് സം പി റേസ് ടു ആർ എലിമെൻറ്റ്സ്. ഓക്കെ, ആൻഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്തായാലും പി ആയിരിക്കും അല്ലേ. രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. ഒന്നെങ്കിൽ ഫീൽഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് 0 ആയിരിക്കും, അല്ലെങ്കിൽ സം പ്രൈം പി ആയിരിക്കും അല്ലേ. പ്രൈം പി ആവുന്ന കേസിൽ എന്താ വരിക, നമുക്ക് ശരിക്കും എന്താ വരിക, അതിനൊരു സബ് ഫീൽഡ് ഉണ്ടാവും അല്ലേ. അങ്ങനെ ആ ഒരു തിയറം നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നെങ്കിൽ ഒരു ഫീൽഡിന് ഒന്നെങ്കിൽ ഒരു സബ് ഫീൽഡ് ഐസോമോർഫിക് ടു സെഡ് പി ഉണ്ടാവും, ഇല്ലെങ്കിൽ അതിന് സബ് ഫീൽഡ് ഐസോമോർഫിക് ടു ക്യൂ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഫൈനൈറ്റ് ഫീൽഡാണ്. സോ വി ഹാവ് ദിസ് റിസൾട്ട്. ഇനി നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്ത റിസൾട്ട്, അതായത് ഈ റിസൾട്ട്, അതായത് ഈ എക്സിസ്റ്റൻസ് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ പ്രൂഫിൽ നമ്മൾ ഈ കെ എങ്ങനെ കണ്ടുപിടിച്ചത്? അതൊരു ഫൈനൈറ്റ് ഫീൽഡ് ഇസെഡ് പി എടുത്തു നമ്മൾ എങ്കിൽ വി ആർ ഏബിൾ ടു ഫൈൻഡ് എ കെ ഇൻ ദ ക്ലോഷർ ഓഫ് ഇസെഡ് പി. ഇസെഡ് പിൻ്റെ ക്ലോഷറിൽ ഒരു സബ് ഫീൽഡ് കിട്ടി വിച്ച് ഈസ് കണ്ടെയ്നിങ് ദ റൂട്ട്സ് ഓഫ് ദ പോളിനോമിയൽ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് ഇൻ സെഡ് പി ക്ലോഷർ. ഓക്കെ,
സോ ഇവിടെ നമ്മൾ ഒരു എഫ് എന്ന ഫീൽഡ് എടുക്കുകയാണെങ്കിൽ എഫ് ക്ലോഷറിൽ നമുക്ക് ഇതുപോലെ ഒരു കെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വിച്ച് ഈസ് ആക്ച്വലി ആ സെയിം റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പറയാം, നമ്മൾ അതായത് നൗ ബൈ ദ പ്രീവിയസ് തിയറം ദർ എക്സിസ്റ്റ് എ ഫീൽഡ് കെ സച്ച് ദാറ്റ് k is contained in F closure and the elements of k are the roots of the polynomial x raised to q raised to n minus x. അതായത് x raised to p raised to rn minus x എന്ന് വരും. ഓക്കെ, നമ്മൾ ആ തിയറം ജസ്റ്റ് ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ ഫീൽഡിൻ്റെ ഓർഡർ പി ആയിരുന്നു. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് എന്ന പോളിനോമിയൽ വരിക. ഇവിടെ നമ്മൾ എടുത്ത ഫീൽഡിൻ്റെ ഓർഡർ ഓൾറെഡി പി റേസ് ടു ആർ ആണ്. അപ്പോൾ എക്സ് റേസ് ടു പി റേസ് ടു ആർ ഹോൾ റേസ് ടു എൻ വരും. അതായത് എക്സ് റേസ് ടു പി റേസ് ടു ആർ എൻ വരും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന എക്സ് റേസ് ടു പി ആർ എൻ മൈനസ് എക്സ് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ക്യൂ എന്ന് എടുത്താൽ മതി, അപ്പം അത് ക്ലിയർ ആവും. അവിടെ ഫീൽഡ് ഓഫ് ഓർഡർ പി, ഇവിടെ ഫീൽഡ് ഓഫ് ഓർഡർ ക്യൂ ആണെങ്കിൽ അതുപോലെ എക്സ് റേസ് ടു ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് which is equal to x raised to p a raised to rn minus x. ഓക്കെ, അങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും. there exists a field k such that k is contained in f closure and the elements of k are the k is a subfield of f closure അല്ലേ, and the elements of k are the roots of this polynomial. ഇനി നമുക്ക് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ എഫ് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു കെ എന്ന് കാണിക്കണം. ഓക്കെ, എഫ് ലെസ് ദാൻ ഈക്വൽ ടു കെ എന്ന് കാണിക്കണം. പക്ഷെ നമുക്കൊന്നറിയാം, എവറി എലിമെൻറ്റ് ഓഫ് എഫ് ഇസ് ആക്ച്വലി എ സീറോ ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു ആർ മൈനസ് എക്സ് ബൈ തിയറം 33.3. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ തിയറം വെച്ചിട്ട് ആ തിയറം എന്താ പറയുന്നത് വെച്ചാൽ ലെറ്റ് ഇ ബി എ ഫീൽഡ് ഓഫ് പി റേസ് ടു ആർ എലിമെൻറ്റ്സ് contained in an algebraic closure ZP closure of ZP and the elements of E are precisely the zeros in ZP closure of the polynomial x raised to p raised to r minus x in ZP of x എന്നാണ്. അപ്പോൾ നമ്മളെ എഫ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എഫ് തന്നെയാണ് അല്ലേ. അപ്പോൾ ബേസിക്കലി നമ്മളെ എഫിൽ എന്താ പറയുക, എവറി എലിമെൻറ്റ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തായിരിക്കും, അപ്പം സീറോ ഓഫ് ദിസ് പോളിനോമിയൽ എക്സ് റേസ് ടു പി റേസ് ടു ആർ മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, so now we will show that f is less than equal to k. So we take an alpha in f and we will show that alpha belongs to k. അപ്പം alpha belongs to k എന്ന് കാണിക്കാൻ എന്ത് കാണിക്കണം, അതായത് ആൽഫ ഇൻ കെ ആണെങ്കിൽ പ്രത്യേകത എന്താ, കെയിൽ എന്താ എലിമെൻറ്റ്സ് ആണുള്ളത്, കെയിൽ എലിമെൻറ്റ്സ് പറഞ്ഞാൽ റൂട്ട്സ് ഓഫ് ദിസ് പോളിനോമിയലാണ് അല്ലെങ്കിൽ ഈ പോളിനോമിയലാണ്. അപ്പോൾ ആൽഫ കെയിലുണ്ട് കാണിക്കുക എന്ത് കാണിച്ചാൽ മതി, ആൽഫ റേസ് ടു പി റേസ് ടു ആർ എൻ മൈനസ് ആൽഫ 0 എന്ന് കാണിച്ചാൽ മതി അല്ലേ. സോ എക്സിന് വരെ ആൽഫ കൊടുത്താൽ അത് വർക്ക് ചെയ്യുമെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ അത് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആൽഫ റേസ് ടു പി റേസ് ടു ആർ ആണ് നമ്മൾ എടുത്തു. അപ്പോൾ അതിന് നമുക്ക് ആൽഫ റേസ് ടു പി റേസ് ടു ആർ പ്ലസ് ആർ ഇൻറ്റു എൻ മൈനസ് 1 എഴുതാം. എഴുതിക്കൂടെ, ഇത് ആൽഫ റേസ് ടു എം പ്ലസ് എൻ എന്ന സാധനത്തിന് നമുക്ക് ആൽഫ റേസ് ടു എം ഇൻറ്റു ആൽഫ റേസ് ടു എൻ എഴുതാം. അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം, ആൽഫ റേസ് ടു എം സോറി ഇത് ഇങ്ങനെയല്ല, ഇവിടെ എന്താ പേര് ശരിക്കും, ഇത് ശരിക്കും എന്താണ്, ആൽഫ റേസ് ടു പി റേസ് ടു ആർ ഇൻറ്റു പി റേസ് ടു ആർ റേസ് ടു എൻ മൈനസ് 1 വരും അല്ലേ, ശരിയല്ലേ. ഇത് എ റേസ് ടു എം പ്ലസ് എൻ ഫോമിലാണ്, ഇതൊരു എമ്മും ഇതൊരു എന്നും. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം അല്ലേ, ആൽഫ റേസ് ടു എം എന്ന് പറഞ്ഞാൽ ശരിക്കും ആൽഫ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എഴുതാം. അപ്പം ഇത് ഇങ്ങനെ കിട്ടും. പക്ഷേ ആൽഫ റേസ് ടു പി റേസ് ടു ആർ ആൽഫ തന്നെയാണ്, കാരണം ആൽഫ റേസ് ടു പി ആൽഫ ഈസ് ആക്ച്വലി എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. നമ്മളിപ്പോൾ എഴുതി എക്സ് റേസ് ടു പി റേസ് ടു ആർ മൈനസ് എക്സ് എന്ന പോളിനോമിയൽ സീറോ അതിനെക്കൊണ്ട് ആൽഫ റേസ് ടു പി റേസ് ടു ആർ മൈനസ് ആൽഫ എന്ന സീറോ ആയിരിക്കും, അതായത് അത് ആൽഫയായി മാറും. അപ്പോൾ നമുക്ക് ഈ ടേം എന്തായി മാറും, ഇങ്ങനെ ആയി മാറും, ആൽഫ റേസ് ടു പി റേസ് ടു ആർ ഇൻറ്റു എൻ മൈനസ് 1 ആവും. അങ്ങനെ ഇതേ പ്രോസസ്സ് നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ ലാസ്റ്റ് നമുക്ക് ആൽഫ റേസ് ടു പി റേസ് ടു ആറിലേക്ക് എത്തും. അങ്ങനെ ആൽഫ റേസ് ടു പി റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, അത് ആൽഫ തന്നെയാണ്. കാരണം ആൽഫ ഇസ് എ റൂട്ട് ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു ആർ മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആൽഫ റേസ് ടു പി റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് കിട്ടി, അതായത് ആൽഫ ബിലോങ്സ് ടു കെ എന്ന് കിട്ടുമ്പോൾ. സോ വി ഗെറ്റ് എഫ് ഇസ് ആക്ച്വലി ലെസ് ദാൻ ഈക്വൽ ടു കെ എന്ന് നമുക്ക് പറയാം. സോ എഫ് ഇസ് ആക്ച്വലി സബ്സ്ട്രക്ചർ ഓഫ് കെ എന്ന് പറയാം. വി ഓൾറെഡി നോ ദറ്റ് എഫ് ഇസ് ഓൾസോ എ ഫീൽഡ്, കെ ഈസ് ഓൾസോ എ ഫീൽഡ് നമുക്കറിയാം, ആൻഡ് വി ഓൾ ഷോൺ ദറ്റ് എഫ് ഇസ് ആക്ച്വലി എ സബ്സ്ട്രക്ചർ ഓഫ് കെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ 33.1 റിസൾട്ട് ഉണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത റിസൾട്ടാണ്. അത് വെച്ച് നമുക്ക് എന്ത് പറയാം, കെ ഓവർ എഫ് ആക്ച്വലി ഡിഗ്രി എൻ ആയിരിക്കും. അതായത് എഫിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണല്ലോ കെ. ഓക്കെ, എഫിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കെയിലെ എലിമെൻറ്റ്സ് പി റേസ് ടു
ആർ എൻ എലിമെൻറ്റ്സ് ആണ്. എഫിലുള്ള എലിമെൻറ്റ്സ് പറഞ്ഞാൽ പി റൈസ് ടു ആർ എലിമെൻറ്റ്സ് ആണ്. ആൻഡ് അത് അതിൻ്റെ സബ് ഫീൽഡ് അതിനെക്കൊണ്ട് എന്തായാലും അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും കെ ഓർ എഫ്. അപ്പോൾ കെ ഓർ എഫിൻ്റെ ഡയമെൻഷൻ നമുക്ക് n കിട്ടും. അപ്പോൾ ഇവിടെ യൂസിങ് ദാറ്റ് തിയറം വി ക്യാൻ സേ ദാറ്റ്. ഇനി നമുക്ക് ശരിക്കും കാണിക്കേണ്ടത് എക്സിസ്റ്റൻസ് ഓഫ് ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലാണ്. ഓക്കെ, അപ്പോൾ അത് ഓഫ് ഡിഗ്രി n ആണ്. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ്റെ ഐഡിയ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ കിട്ടിയത് കെ ഈസ് ആക്ച്വലി എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഡിഗ്രി n ആണ്. അപ്പോൾ സപ്പോസ് ഐ ക്യാൻ ഷോ ദാറ്റ് കെ ഈസ് ആക്ച്വലി എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് നമുക്ക് കിട്ടിയത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് വിത്ത് ഡിഗ്രി n ആണ്. എനിക്കതൊരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആണെന്ന് കാണിക്കാൻ പറ്റിയാൽ എനിക്ക് എന്ത് പറയാം, ബൈ ഡെഫിനിഷൻ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ എക്സിസ്റ്റൻസ് പറയാം ഓഫ് ഡിഗ്രി n. അതായത് എനിക്ക് കെ ഈക്വൽ ടു എഫ് ഓഫ് ബീറ്റ, കെ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ബൈ ഡെഫിനിഷൻ നമുക്കറിയാം അങ്ങനത്തെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും ഓഫ് ഡിഗ്രി n. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതായത് നമ്മൾ ഇതിനകത്ത് തന്നെ പ്രൂഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതായത് കെ ഒരു സിമ്പിൾ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെങ്കിൽ കെ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ കൂടെ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്താൽ നമ്മൾ റിസൾട്ട് ട്രൂ ആയി. അപ്പോൾ ഇതൊരു റിസൾട്ട് ഇതാണ്, അതായത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഇ ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് എഫ് ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ്. നമുക്കറിയാം ഒരു റിസൾട്ട് നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെങ്കിൽ ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് ഓൾ നോൺ സീറോ എലിമെൻറ്റ്സ് ഓഫ് എഫ് വിൽ ബി ആക്ച്വലി എ സൈക്ലിക് ഗ്രൂപ്പ്. ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും, ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, സൈക്ലിക്കും ആയിരിക്കും. അപ്പം അതിൻ്റെ പ്രൂഫ് നിങ്ങൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് പറയാം, അതായത് ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഈ ഒരു ഫൈനൈറ്റ് ഫീൽഡ് അതിനെക്കൊണ്ട് ഇ സ്റ്റാർ ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഫൈനൈറ്റ് ഫീൽഡ് അതിനെക്കൊണ്ട് അതിൻ്റെ അകത്ത് നിന്ന് 0 എലിമെൻറ്റ് ഒഴിവാക്കി കിട്ടുന്ന ആ ഒരു എലിമെൻറ്റ്സ് ഇറങ്ങുന്ന സെറ്റ് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പം ആ സൈക്ലിക് ഗ്രൂപ്പ് ആയതിനെക്കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഒരു ജനറേറ്റർ ഉണ്ടാവും. സേ ആൽഫ ഇസ് ജനറേറ്റർ ഓഫ് ദാറ്റ് സെറ്റ് ഇ സ്റ്റാർ വേർ ആൽഫ ഇസ് നോട്ട് ഇൻ എഫ്. അപ്പോൾ ആൽഫ എഫിൽ തന്നെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, ആ ഇ എഫ് എല്ലാം സെയിം ആയിപ്പോവും അല്ലേ. സോ ബേസിക്കലി ആൽഫ ഈസ് വി ആർ ടേക്കിംഗ് ആൽഫ ടു ബി ജനറേറ്റർ ഓഫ് ഇ സ്റ്റാർ വിത്ത് ആൽഫ ഈസ് നോട്ട് ഇൻ എഫ്. എങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഇ ഈസ് ആക്ച്വലി നത്തിങ് ബട്ട് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റർ ബൈ ആൽഫ യൂണിയൻ 0 എന്നാണ് കിട്ടുന്നത്. സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റർ ബൈ ആൽഫ എന്താണ്, ഇ സ്റ്റാർ ആണ്. ഓക്കെ, ഇ ഈസ് ആക്ച്വലി നത്തിങ് ബട്ട് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റർ ബൈ ആൽഫ യൂണിയൻ 0 എന്നാണ് കിട്ടുക. അതിൻ്റെ മീനിങ് എന്താ, ഇ ഈസ് നത്തിങ് ബട്ട് ദ സ്മോളസ്റ്റ് സബ് ഫീൽഡ് or smallest extension field of f containing both alpha and f. E is the smallest extension field of f containing both alpha and f. That means that E is actually equal to some f of alpha. അതായത് E is actually a simple extension of f. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റിയ നമുക്ക് പറയാം E is actually a simple extension of f. സിമ്പിൾ എക്സ്റ്റൻഷൻ കാണിക്കാൻ എന്താ കാണിക്കേണ്ടത്, ആ ഫീൽഡിനെയും ഈ പറയുന്ന ആൽഫ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് എക്സ്റ്റൻഷൻ ഫീൽഡാണ് നമ്മൾ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫീൽഡ് എന്ന് പറയാം. അതിപ്പോൾ എഫിനെയും ആൽഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് എക്സ്റ്റൻഷൻ ഫീൽഡാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ അത് ഇ ആണ്. അപ്പോൾ ഇ ഈസ് ആക്ച്വലി സിമ്പിൾ എക്സ്റ്റൻഷൻ എന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൂഫും ഇപ്പോൾ ഈ പറഞ്ഞ കൂടി കൂട്ടി വായിച്ചാൽ നമുക്കിപ്പം എക്സിസ്റ്റൻസ് ഓഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കിട്ടി അല്ലേ. കാരണം നമ്മളിപ്പം നമുക്ക് കാണിക്കേണ്ടതായിരുന്നു കെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഡിഗ്രി n ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ റിസൾട്ട് നമുക്ക് എന്താ കിട്ടുക, കെ ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ എന്ന് കിട്ടും. ഇപ്പോൾ കെ സിമ്പിൾ എക്സ്റ്റൻഷൻ ആണ് എങ്കിൽ കെ ഈസ് ഈക്വൽ ടു സം എഫ് ഓഫ് ബീറ്റ ആണ്. ഇപ്പോൾ സം ബീറ്റ ബിലോങ്സ് ടു കെ. അങ്ങനെയെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യും ഓഫ് ഡിഗ്രി n.